Welcome to Plus 2 exam package, part 39, question number 173. N identical spherical drops, capital N, identical spherical drops of liquids are charged to the same potential V. One large drop is formed by combining these. What is the potential of the large drop? അപ്പോൾ N ഐഡൻറ്റിക്കൽ സ്ഫെറിക്കൽ ഡ്രോപ്സ് തന്നിട്ടുണ്ട്. അതിൽ ഓരോന്നിൻ്റെയും പൊട്ടൻഷ്യൽ V ആണ്. അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തൊരു ബിഗർ ഡ്രോപ്പ് ഉണ്ടാക്കുന്നു എങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എത്ര എന്ന ചോദ്യം. അപ്പോൾ റേഡിയസ് ഓഫ് എ സ്മോളർ ഡ്രോപ്പ് സ്മോളർ എന്നിരിക്കട്ടെ. ഒരു സ്ഫിയറിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ കപ്പാസിറ്റൻസ് ഓഫ് എ സിംഗിൾ ഡ്രോപ്പ് ഈസ് 4πε0 ഇൻറ്റു റേഡിയസ് ഓഫ് ദി സ്ഫിയർ. അപ്പോൾ ഈ ഒരു ഡ്രോപ്പിൻ്റെ കപ്പാസിറ്റൻസ് 4πε0 ആർ. എങ്കിൽ ചാർജ് ഓൺ വൺ ഡ്രോപ്പ്, ഒരു ഡ്രോപ്പിലുള്ള ചാർജ് സ്മോൾ ക്യൂ എന്നിരിക്കട്ടെ. ക്യൂ ഈക്വൽ സി ഇൻറ്റു വി ഈക്വൽ സി 4πε0 സ്മോൾ ആർ ഇൻറ്റു വി തന്നിട്ടുണ്ട്. വി എന്ന് തന്നെ തന്നിട്ടുണ്ട്. ഇനി കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡ്രോപ്പിൻ്റെ വോളിയം 4/3πr³ എങ്കിൽ n ഡ്രോപ്സിൻ്റെ മൊത്തം വോളിയം n ഇൻറ്റു 4/3πr³. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ബിഗർ ഡ്രോപ്പിൻ്റെ വോളിയം ഇതും തുല്യമായിരിക്കണം. ബിഗർ ഡ്രോപ്പിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ എന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ വോളിയം 4/3πR³. ഇവിടുന്ന് ആറ് കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ ആർ ബിഗർ ഡ്രോപ്പിൻ്റെ റേഡിയസ് ആർ ഈക്വൽസ് 4/3π ക്യാൻസൽ ചെയ്യും. n r³ എന്ന് വരും, r³. അപ്പോൾ ഇതിൻ്റെ ആറെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യൂബിക് റൂട്ട്. ഇറ്റ് ഈസ് n⁻⁴ ഇൻറ്റു r³ ക്യൂബ് റൂട്ട് r. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചു ഒരു ഡ്രോപ്പിൻ്റെ, അതിലെ ചാർജ് കണ്ടുപിടിച്ചു, ബിഗർ ഡ്രോപ്പിൻ്റെ റേഡിയസും കണ്ടുപിടിച്ചു. എങ്കിൽ കപ്പാസിറ്റൻസ് ഓഫ് ദി ലാർജ് ഡ്രോപ്പ്, കപ്പാസിറ്റൻസ് ഓഫ് ദി ലാർജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ 4πε0 ഇൻറ്റു ലാർജ് ഡ്രോപ്പിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആർ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 4πε0 ഇൻറ്റു ക്യാപിറ്റൽ ആർ ഈസ് n⁻⁴ ഇൻറ്റു സ്മോൾ ആർ. ഇപ്പോൾ കിട്ടിയതാണ്. എങ്കിൽ ചാർജ് ഓൺ ദി ലാർജ് ഡ്രോപ്പ്, ഒരു ഡ്രോപ്പിലെ ചാർജ് സ്മോൾ ക്യൂ ആണ്. അപ്പോൾ n ഡ്രോപ്സ് കമ്പൈൻ ചെയ്ത് ബിഗർ ഡ്രോപ്പ് ഉണ്ടാകുമ്പോൾ അതിലെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ n ഇൻറ്റു ക്യൂ. ദറ്റ് ഈസ് n ഇൻറ്റു ക്യൂ നമ്മൾ നേരത്തെ കിട്ടിയിട്ടുണ്ട്. സ്മോൾ ക്യൂ n ഇൻറ്റു 4πε0 സ്മോൾ ആർ ഇൻറ്റു വി. Therefore, potential of the large drop V dash equals ഇപ്പോൾ അതിലുള്ള ചാർജ് ബൈ അതിൻ്റെ കപ്പാസിറ്റൻസ്. ഇപ്പോൾ അതിലെ ചാർജ് ഇതാ n ഇൻറ്റു 4πε0 ആർ വി ഡിവൈഡഡ് ബൈ എൻ്റെ കപ്പാസിറ്റൻസ് 4πε0 n⁻⁴ ആർ. കോൺ ഫാക്ടറൊക്കെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ V dash ഈക്വൽസ് n/n⁻⁴ എന്ന് വരുന്നുണ്ട്. n/n⁻⁴ ഈസ് n⁻²/3. 1 - 1/3 n⁻²/3 ഇൻറ്റു വി. ഇതാണ് ലാർജ് ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ. ഓക്കെ, അടുത്ത ചോദ്യം. ദി ഫിഗർ ഷോസ് paths of 3 particles in a uniform magnetic field. What do you conclude about the charge of each particle? ഇതാണ് സംഭവം. മാഗ്നറ്റിക് ഫീൽഡ് ക്രോസ് ഇട്ട് കാണിച്ചിരിക്കുക. അതിൻ്റെ അർത്ഥം ഇൻ ടു ദി പേപ്പർ ആണെന്ന്. ബി ഇൻ ടു ദി പേപ്പർ. പാർട്ടിക്കിൾ 1 ഇങ്ങനെ കർവ്ഡായിട്ട് പോകുന്നു, പാർട്ടിക്കിൾ 2 ഇങ്ങനെ സ്ട്രെയിറ്റ് പാത്തിൽ കൂടെ പോകുന്നു, പാർട്ടിക്കിൾ 3 ഇങ്ങനെ ബെൻഡ് ചെയ്ത് പോകുന്നു.
എങ്കിൽ ഈ ഓരോ പാർട്ടിക്കിളിൻ്റെ ചാർജിന് എന്തൊക്കെയാണെന്നാണ് പറയേണ്ടത്. ഈ പോസിറ്റീവ് ചാർജ് LMP എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലെഫ്റ്റ് മോട്ടോർ പാം. അതായത് മാഗ്നറ്റിക് ലെഫ്റ്റ് പാം ഇങ്ങനെ നൂർത്ത് പിടിക്കുക. മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആരോ കൈവെള്ളയിൽ വന്ന് മുട്ടത്തക്കവണ്ണം, ഉള്ളം കൈയിൽ മുട്ടത്തക്കവണ്ണം പിടിക്കുക. ചാർജ് പോകുന്നത് ഏത്, അല്ലെ കറണ്ടോ പോസിറ്റീവ് ചാർജിൻ്റെ ഡയറക്ഷനും കറണ്ടിൻ്റെ കറണ്ട് കാര്യം കണ്ടക്ടറിലെ കറണ്ടിൻ്റെ ഡയറക്ഷനും പോസിറ്റീവ് ചാർജിൻ്റെ മൂവ്മെൻറ്റ് പറയുമ്പോഴെല്ലാം റൂളൊന്നും തന്നെയാണ്. കൈ ആ ഡയറക്ഷനിൽ 4 വിരൽ പോയിരിക്കണം. എങ്കിൽ തള്ളവിരലെങ്ങോട്ടോ അതാണ് ഡയറക്ഷൻ ഓഫ് മോഷൻ, അല്ലെ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്, ലോറൻസ് ഫോഴ്സ്. ഇവിടെ ഇപ്പോൾ പേപ്പറിനുള്ളിലേക്കാണ് ഫീൽഡ്. അപ്പോൾ ഇതിലെ ആരോ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇങ്ങനെ പിടിക്കണം. ഫീൽഡ് ഇങ്ങനെ. അപ്പോൾ കൈവെള്ള വന്ന് ഇങ്ങനെ മുട്ടണം. ഈ 4 വിരൽ പോകേണ്ടത് ഈ ഡയറക്ഷനിലാണ് പിടിക്കേണ്ടത്. അപ്പോൾ ഫോഴ്സ് ഇങ്ങോട്ടാണ്. ഇത് പോസിറ്റീവ് ചാർജുള്ള റൂളാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ ഇത് വളഞ്ഞിരിക്കുന്നത്. ഇങ്ങോട്ട് ഫോഴ്സ് കിട്ടിയിരിക്കുന്നുണ്ടല്ലേ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാർട്ടിക്കിൾ 1 ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. പാർട്ടിക്കിൾ 2 സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോകുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് നോ ചാർജ്, ഇറ്റ് ഈസ് ന്യൂട്രൽ. പാർട്ടിക്കിൾ 3 ഇതിന് നേരെ എതിരെയാണ് ബെൻഡ് ചെയ്തിരിക്കുന്നത്, ഇങ്ങോട്ടാണ്. അപ്പോൾ ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ്. അപ്പോൾ ഇത് പാർട്ടിക്കിൾ 1 പോസിറ്റീവ്ലി ചാർജ്, പാർട്ടിക്കിൾ 2 ന്യൂട്രൽ, പാർട്ടിക്കിൾ 3 നെഗറ്റീവ്ലി ചാർജ്ഡ്. LMP റൂളൊക്കെ ഞാൻ നേരത്തെ പോസിങ്ങുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കും. 175. An electron is accelerated through a potential difference of 1000 volts and directed into the region between a pair of parallel plates separated by 0.02 meter with a potential difference of 100 volts between them. If the electron enters moving perpendicular to the electric field between the plates, what magnetic field is necessary perpendicular to both the electron path and the electric field, so that the electron travels in straight line? An electron is accelerated through a potential difference of 1000 volts and directed into the region between a pair of parallel plates separated by 0.02 meter with a potential difference of 100 volts between them. If the electron enters moving perpendicular to the electric field between the plates, what magnetic field is necessary perpendicular to both the electron path and the electric field, so that the electron travels in a straight line? ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ആദ്യം പാരലൽ പ്ലേറ്റിന് ഇടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. പാരലൽ പ്ലേറ്റിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് വിയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിയും പ്ലേറ്റ് തമ്മിലുള്ള അകലം ഡിയും ആണ്. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഈക്വൽസ് V/D. V 100 ആണ് തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ D 0.02 മീറ്റർ. സോ ഈക്വൽസ് 5000 വോൾട്ട് പെർ മീറ്റർ എന്ന് കിട്ടും. ഇനി ആക്സിലറേറ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രോണാണ് 1000 വോൾട്ടിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ആക്സിലറേറ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രോണാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി 12mv² ഈക്വൽസ് EV.
So velocity of the electron V, small letter v, equals square root of 2 eV by m, equals root of 2 into E, electron charge 1.6 into 10 raised to minus 19 into accelerating potential difference 1000 volt and തന്നിട്ടുണ്ട്, divided by mass of electron 9.1 into 10 raised to minus 31. Answer is 1.9 into 10 raised to 7 meter per second. ഇനി ഈ ഇലക്ട്രോൺ ബീം മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും പരസ്പരം ക്യാൻസൽ ചെയ്യപ്പെട്ടാലേ സ്ട്രെയിറ്റ് പാത്തിൽ കൂടെ പോവും. അതിനൊരു കണ്ടീഷൻ നേരത്തെ ഞാൻ പോസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. വെലോസിറ്റി സെലക്ടർ, വെലോസിറ്റി ഓഫ് ദി electron, undeflected electron, V must be equal to E by B, electric intensity by magnetic field strength. This is velocity selector. ഞാൻ പോസ്റ്റിംഗ് ഇട്ടിട്ടുണ്ട്. ഫ്രം വിച്ച് ബി ഇവിടെ കാണണ്ട, ബി ഈക്വൽസ് ഇ ബൈ വെലോസിറ്റി. ഇ ഇപ്പോൾ കിട്ടി 5000, ബൈ വെലോസിറ്റിയും കിട്ടിയിട്ടുണ്ട് 1.9 into 10 raised to 7. ആൻസർ ഈസ് 2.6 into 10 raised to minus 4 Tesla. ബി അല്ലേ, ടെസ്ല അല്ലെ, വെബർ പെർ മീറ്റർ സ്ക്വയർ. അതുപോലെ ആദ്യം പ്ലേറ്റിനിടയ്ക്കുള്ള ഫീൽഡ് കണ്ടു, ഇലക്ട്രിക് ഫീൽഡ്. അത് കഴിഞ്ഞ് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി കണ്ടു, ½ ഈക്വൽസ് ഇ വി വെച്ച്. അത് കഴിഞ്ഞ് ഡിഫ്ലക്റ്റ് ചെയ്യാതെ ഇലക്ട്രോൺ ഒരു ചാർജ് പാർട്ടിക്കിൾ പോകണമെങ്കിൽ അതിൻ്റെ വെലോസിറ്റി വി മസ്റ്റ് ബി ഈക്വൽ ടു ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ബൈ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇ ബൈ വി. അവിടുന്ന് ബി സോൾവ് ചെയ്യുക, ഇ ബൈ വി, യു ഗെറ്റ് ദി ആൻസർ. 176. Intensity of electric field in a region is 1 volt per meter. How many lines of force pass through 1 meter square area perpendicular to the direction of the field? ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഒരു പ്രദേശത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 1 volt per meter എങ്കിൽ ആ ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് 1 meter square ഏരിയ എടുത്താൽ ആ ഏരിയയിൽ കൂടെ എത്ര ലൈൻസ് ഓഫ് ഫോഴ്സ് കടന്നു പോകും എന്നാണ്. 1 is the answer. 1 volt per meter ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഏരിയയിൽ കൂടി ഒരു ലൈൻ കടന്നു പോകുന്നു എന്നർത്ഥം. അപ്പോൾ ഇൻറ്റൻസിറ്റി ഇ എത്രയാണോ അത്രയും ലൈൻസ്. ഇപ്പോൾ 10 ന്യൂട്ടൺ പെർ കുളമ്പ് ആണെങ്കിൽ ന്യൂട്ടൺ പെർ കുളമ്പ് ആ ഇൻറ്റൻസിറ്റി എങ്കിൽ 10 ലൈൻസ് യൂണിറ്റ് ഏരിയ കൂടെ കടന്നു പോകും 1 meter square ഏരിയ. അപ്പോൾ ഇ എന്ന് പറഞ്ഞാൽ ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ എണ്ണം പറയുമ്പോൾ ഇ ഈസ് ഈക്വൽ ടു ലൈൻസ് ഓഫ് നമ്പർ ഓഫ് ലൈൻസ് പെർ പാസിങ് ത്രൂ യൂണിറ്റ് ഏരിയ. അതുകൊണ്ടല്ലേ ടോട്ടൽ ഫ്ലക്സിന് ഇ ഇൻറ്റു എ എന്ന് എടുക്കുന്നത്. മൊത്തം എ ഏരിയ കൂടെ പോകുന്ന ലൈൻസിൻ്റെ എണ്ണം ഇ ഇൻറ്റു എ. അപ്പോൾ ഇതെല്ലാം ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ 1 line passes through 1 square meter area. Thank you.